ഇ.പി. ജയരാജന്റെ പാലക്കാട്ടേക്കുള്ള വരവ് ബി.ജെ.പിക്ക് ഗുണം ചെയ്യുമെന്ന് പാലക്കാട്ടെ എൻ.ഡി.എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. ഇ.പി. എത്തുന്നതോടെ തളർന്നു കിടക്കുന്ന CPM-ന് മേലുള്ള ആണിയടിയായി അത് മാറുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. കൽപ്പാത്തി ഉത്സവത്തെ കോൺഗ്രസ് നേതാക്കൾ രാഷ്ട്രീയ അജണ്ടയ്ക്കായി ഉപയോഗിക്കുന്നുവെന്നും സി കൃഷ്ണകുമാർ അമൃത വാർത്തകളോട് പ്രതികരിച്ചു. കൽപ്പാത്തി രഥോത്സവവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ VK ശ്രീകണ്ഠനും ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചതെന്ന് ഇന്നലെ സി കൃഷ്ണകുമാർ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ സി കൃഷ്ണകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനമാണ് ഇന്നലെ കൽപ്പാത്തിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ VK ശ്രീകണ്ഠൻ നടത്തിയത്. അല്ല, ഞങ്ങൾ ഈ ഉത്സവങ്ങൾ ഒരു ഈവൻ്റായിട്ട് കാണുമ്പോഴാണ് ഈ പ്രശ്നം. ഇതിനെക്കുറിച്ച് കൽപ്പാത്തിയുടെ തേര് വലിക്കുന്ന സമയത്ത്, വിശ്വനാഥ സ്വാമി എഴുന്നള്ളിക്കുന്ന തേരെല്ലാം വലിക്കുന്ന സമയത്ത് അതിൽ പാലിക്കേണ്ട ആചാരമര്യാദകളുണ്ട്. അതിനെക്കുറിച്ച് ബോധമില്ലാതെ ഈ ഇത്തരം ഉത്സവങ്ങൾ ഒരു ഈവൻ്റ് മാത്രമായി കാണുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഈ കൽപ്പാത്തി രഥോത്സവം ഞങ്ങൾക്കൊരു ഈവൻ്റല്ല. ഞങ്ങൾ വളരെ വിശ്വാസപൂർവ്വം കാലാകാലങ്ങളായിട്ട് പങ്കെടുക്കുന്നതാണ്. അതിൽ വരുന്ന പാളിച്ചകളാണ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊരു വളരെ വിശ്വാസത്തോടു കൂടിയിട്ടും എല്ലാ ആചാരമര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് പങ്കെടുക്കുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിൽ വലിയ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അവിടെ. പക്ഷെ അത് തിരുത്താൻ പോലും തയ്യാറാവാതിരിക്കുന്നത് ശരിയല്ല. അതുപോലെ ഒറ്റ കാര്യമാണ്, EP ഈ ആത്മകഥ വിവാദത്തിനിടയിൽ EP ഇന്ന് പാലക്കാടേക്ക് എത്തുവാണല്ലോ, അത് എങ്ങനെ കാണുന്നു? EP വരുന്നത് നല്ലതാണ്. VS KK രമയെ പോയി കണ്ടതുപോലെയാണ്. EP വരുന്നത് CPM-നെ ജയിപ്പിക്കാനല്ല, ഇടതുപക്ഷത്തെ ജയിപ്പിക്കാനല്ല, മറിച്ച് തളർന്നു കിടക്കുന്നവരുടെ തലയിൽ ഒരു അടി കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് EP വരുന്നത്. EP ഉയർത്തിയ വിഷയം ശരിയല്ലേ? കാരണം ഏത് CPM-ൻ്റെ സാധാരണ പ്രവർത്തകനാണ് സരിനെ ഉൾക്കൊള്ളാൻ കഴിയുക? കോൺഗ്രസിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരായിട്ട് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച ആളാണ്. എന്തായാലും സരിൻ ഇന്നലെ കൽപ്പാത്തിയിൽ തേര് വലിക്കാൻ വന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ സമയത്ത് പൗരത്വ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് എൻ്റെ ക്ലിനിക്കിൽ പ്രവേശനമില്ല എന്ന് പറഞ്ഞ ആളെ ഏറ്റവും വലിയ വർഗീയത അന്ന് പ്രചരിപ്പിച്ച ആളാണ് സരിൻ. ആ സരിന് ഇന്ന് കിട്ടുന്ന ഓരോ തിരിച്ചടികളും നല്ലതാണ്. കാരണം ഇവിടുത്തെ ജനത ആഗ്രഹിച്ച തിരിച്ചടിയാണ് സരിന് ലഭിക്കുന്നത്. EP-യുടെ വരവ് ഗുണമാകില്ലെന്നാണ് പറയുന്നത്. EP-യുടെ വരവ് ഞങ്ങൾക്ക് ഗുണം ചെയ്യും, ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യില്ല. ഈ ഇടതുപക്ഷത്തിൻ്റെ തലയ്ക്ക് അടി കിട്ടാൻ പോകുന്നത് സരിൻ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ സമയത്ത് സ്വീകരിച്ച നിലപാടിനുള്ള തിരിച്ചടിയാണ്. അന്ന് ഏറ്റവും വലിയ വർഗീയതയാണ് അന്ന് സരിൻ കാണിച്ചത്. അന്ധമായിട്ട് ഒരു വിഭാഗം ജനങ്ങളെ പ്രീണിപ്പിക്കാനായിട്ട് അന്ന് സരിൻ എടുത്ത നിലപാട് ഒരുപക്ഷെ മുസ്ലിം ലീഗും അല്ലെങ്കിൽ മറ്റ് മുസ്ലിം സംഘടനകളും അന്ന് സ്വീകരിച്ചതിനേക്കാളും വളരെ തീവ്രമായിട്ടുള്ള മുസ്ലിം പ്രീണനമാണ്, ന്യൂനപക്ഷ പ്രീണനമാണ് അന്ന് സരിനെടുത്തത് കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട്. ആ കോൺഗ്രസിനകത്ത് നിന്ന് സരിന് പുറത്തു പോകേണ്ടി വന്നു. ഇത് കാലം കൊടുക്കുന്ന ശിക്ഷയാണ്. തീർച്ചയായും കൽപ്പാത്തി രഥോത്സവവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ VK ശ്രീകണ്ഠനും നടത്തിയ ആചാരലംഘനം അതുതന്നെയാണ് സി കൃഷ്ണകുമാർ സൂചിപ്പിക്കുന്നത്. ഇവരൊരു ഈവൻ്റായി ഇതിനെ കാണുന്നു. ഇത്തരത്തിൽ ആഘോഷമായി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പരിപാടിയായി ഇത്തരം ഉത്സവങ്ങളെ കാണുന്നു. അതിൻ്റെ ചരിത്ര പാരമ്പര്യം അല്ലെങ്കിൽ ചരിത്രത്തെ പോലും അല്ലെങ്കിൽ അതിൻ്റെ സംസ്കാരത്തെ പോലും വകവെക്കാതാണ് ഇത്തരം ആളുകൾ ഉത്സവങ്ങളെ കാണുന്നത് എന്നാണ് സി കൃഷ്ണകുമാർ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ EP-യുടെ വരവ് CPM-നും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനും മേലുള്ള ഒരു ആണിയടി കൂടിയാകും എന്നാണ് സി കൃഷ്ണകുമാർ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും EP-യുടെ വരവ് ഗുണം ചെയ്യും. ആ ഗുണം ചെയ്യുന്നത് പക്ഷേ BJP-ക്കായിരിക്കും എന്ന നിലയിലുള്ള നിലപാടാണ് സി കൃഷ്ണകുമാർ നമ്മളുമായി പങ്കുവെക്കുന്നത്. ക്യാമറമാൻ A അനുരാഗിനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, പാലക്കാട്.